ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, എത്ര ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതെവിടേക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് മീൻസ് എന്താണ്, ഡാറ്റ ഷെയറിങ് ബിറ്റ്വീൻ എന്തുമായിട്ട്, കമ്പ്യൂട്ടർ യൂസിങ് നെറ്റ്വർക്കുമായിട്ട് എന്ത് ചെയ്യുക, ഡാറ്റ ഷെയർ ചെയ്യുന്നതിനെയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്സപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്യാം, ഗൂഗിൾ ആക്സസ് ചെയ്യുക, വൈഫൈയും കാര്യങ്ങളൊക്കെ നമ്മുടെ കോളേജിലൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെ എന്താണ്, കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷനാണ്. ഇതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നെറ്റ്വർക്കിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ നമ്മൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്ലൈഡ്സിൽ ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ലാൻ ആണ്. ലാൻ എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക, കമ്പ്യൂട്ടർ ഡിവൈസ് ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു ജിയോഗ്രാഫിക്കൽ, അതായത് ഇപ്പോൾ നമ്മുടെ ലാബിലൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് ലാൻ വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഇപ്പോൾ മീൻസ് നമ്മളെ കമ്പ്യൂട്ടർ ലാബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഏരിയ ആണ് അത്. അവിടെ അതേപോലെ ഇപ്പോൾ റൂം, ബിൽഡിങ്, ക്യാമ്പസ്, ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലാൻ ആയിരിക്കും ചെയ്യുക. അപ്പം അതിൻ്റെ ഒരു ഡയഗ്രവും കാര്യങ്ങളും, ഒരു ഓഫീസത്തെ ലാൻഡിൻ്റെ ഡയഗ്രമാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഇനി ലാൻ എന്താണെന്നുള്ള കേസാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ലാൻ എന്താണ്, ലാൻ എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. എന്തെന്ന് പറയുന്നത്, ലാൻ എന്ന് പറയുന്നത് ഇസ് എ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട് കമ്പ്യൂട്ടർ ആൻഡ് ഡിവൈസ് വിത്ത് ഇൻ എ സ്മോൾ ജിയോഗ്രാഫിക്കൽ ഏരിയ സച്ച് ആസ്, എന്തൊക്കെയായിരിക്കാം, ഒരു റൂം ആയിരിക്കാം, ഒരു ബിൽഡിംഗ് ആയിരിക്കാം, ഒരു ക്യാമ്പസ് ആയിരിക്കാം, ഒരു ഓഫീസ് ഓർ ഹോം ആയിരിക്കാം. ലാൻ ഏബിൾ റിസോഴ്സ് sharing and forced communication between connected devices. അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെവിടേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത്, നമ്മുടെ റൂമുകളിൽ, അതേപോലെ തന്നെ ഇപ്പോൾ ക്യാമ്പസിൽ, അവരുടെ ലാബുകളിൽ ഒക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഉള്ളിൽ ഫാസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ, കാരണം നമുക്ക് ലാൻഡ് കേബിൾ വെച്ചിട്ടൊക്കെ ആയിരിക്കും കണക്ട് ചെയ്യുക, അല്ലാതെ നമ്മൾ വൈഫൈ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ചിട്ടായിരിക്കില്ല നമ്മൾ കണക്ട് ചെയ്യുക. സോ നമുക്ക് എന്താണ്, ഫാസ്റ്റായിട്ട് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്ത്, ലാൻ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോഴും മോസ്റ്റ്ലി ഡാറ്റ ഷെയറിങ്ങിനും കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്, ലാൻ തന്നെയാണ്. ഇനി നമ്മൾ എന്തൊക്കെയാണ് ലാനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. സോ ലാൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, സ്മോളർ ഏരിയനെയാണ് എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഹൈ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ്, അതായത് നമ്മൾ ഇപ്പോൾ ബ്ലൂടൂത്തിലൊക്കെ ഫോൺ വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ഡാറ്റ ഷെയറിങ് ഉണ്ടായിരിക്കും, ഒരു ഡാറ്റ ഷെയറിങ്ങും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ കേസ് എന്ന് പറയുന്നത്, ലാൻഡിൻ്റെ കേസ് എന്ന് വെച്ചാൽ, കാരണം നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമല്ല, ഒരു റൂമിലൊക്കെ ആവുന്ന സമയത്ത് അവിടെ എന്താണ്, ഒരുപാട് ഡാറ്റാസ് നമുക്ക് അറ്റ് എ ടൈം ഷെയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. ലോ കോസ്റ്റ് കമ്പയർ മാനും അനുസരിച്ചിട്ട്, നമ്മൾ ഇനി മാനും ഒക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് ലാനിന് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ലാനിന് നമ്മളുടെ ഓഫീസിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ എന്തായിരിക്കും, കുറച്ചും കൂടി ലോ കോസ്റ്റ് ആയിരിക്കും ഇല്ല. യൂഷ്വലി പ്രൈവറ്റ് ബോണ്ട് ആയിരിക്കും. അതായത് ലാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കോളേജിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ കോളേജിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ആ ലാനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. യൂസേഴ്സ് ഇതർനെറ്റ് ഓർ വൈഫൈയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി നമ്മൾ കമ്പോണൻസ് ഓഫ് എ ലാൻ ആണ്. അപ്പോൾ എന്തൊക്കെ കമ്പോണൻസ് ആണുള്ളത്,
കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ട്, സ്വിച്ച് ഉണ്ട്, ഹബ് ഉണ്ട്, റൂട്ടർ ഉണ്ടായിരിക്കും, പിന്നെ നെറ്റ്വർക്ക് കേബിൾ ഉണ്ടായിരിക്കും, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, NIC എന്ന് പറയുന്നത് ഷോർട്ട് ഫോം ആക്കി പറയുന്നത്. പിന്നെ എന്തുണ്ടായിരിക്കും, വയർലെസ് ആക്സസ് പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ലാപ്ടോപ്സ്, അതായത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്ന് പറയുന്നത്, അതായത് ഒരു യൂസർക്ക് യൂസ് ചെയ്യുന്ന എൻഡ് ഡിവൈസ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്നുള്ളത്. ഇപ്പോൾ കോളേജ് ലാബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെസ്ക് ടോപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കും. അതേപോലെ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ലാനിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻ എന്താ ചെയ്യുന്നത്, സെൻഡ് ചെയ്യും, ഡാറ്റാസിനെ സെൻഡ് ചെയ്യും, റിസേർവ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഫയൽസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാണ്, ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു കമ്പ്യൂട്ടർ ലാബിൽ എല്ലാ സിസ്റ്റംസും കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കുമായിട്ട് എല്ലാ കമ്പ്യൂട്ടേഴ്സും എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഇനിയിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്കിപ്പോൾ എഴുതണമെന്ന് വിചാരിക്കുക, എന്താണ് കമ്പ്യൂട്ടർ ആൻഡ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്സ് എന്ന് പറയുന്നത് ആർ എൻഡ് ഡിവൈസ് ആണ് യൂസ്ഡ് ടു എന്തിനു വേണ്ടിയിട്ട്, ആക്സസ് ചെയ്യണം എന്തിനെ, ആൻഡ് ഷെയർ റിസോഴ്സ് ഇൻ ദ ലാനിൽ വരുന്ന റിസോഴ്സിനെയും കാര്യങ്ങളും ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്വിച്ച് അല്ലെങ്കിൽ ഹബ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു കണക്റ്റിംഗ് ഡിവൈസ് ആണ് പറഞ്ഞു. അതായത് സ്വിച്ച് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ പോയിന്റ് ആണ്. അത് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സുമായിട്ട് ലാനിൽ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. സെൻട്രൽ പോയിന്റ് ആണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 40 കമ്പ്യൂട്ടർ ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ലാബിൽ 40 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ 40 കമ്പ്യൂട്ടേഴ്സിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒറ്റ സ്വിച്ചിലായിരിക്കും എന്താ പറയുക കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ വിത്തൗട്ട് സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി വിത്ത് സ്വിച്ച് ആണെന്നുണ്ടെങ്കിലാണ് മൾട്ടിപ്പിൾ ഡിവൈസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലാന് ഡാറ്റാസ് എഫിഷ്യൻ്റ് ആയിട്ട് ഫോർവേഡ് ചെയ്യാനും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, റൂട്ടറാണ്. റൂട്ടർ എന്ന് പറയുന്നത് അതായത് നമുക്കിപ്പോൾ ലാനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതിനെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, റൂട്ടർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ്, ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൂട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഇൻ്റർനെറ്റുമായിട്ട് ലാനിനെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ടറിൻ്റെ ആക്ച്വലി ഫങ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് ആക്സസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം, IP അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്ത് വരുന്നത്, നമ്മളുടെ റൂട്ടറിൽ വരുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫോണ്, അതേപോലെ തന്നെ ലാപ്ടോപ്പ്, സ്മാർട്ട് TV, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വൈഫൈ റൂട്ടേഴ്സുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുക. ഓക്കെ, ആ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, റൂട്ടർ എന്ന് പറയുന്നത്. ലാൻ ഇതെന്ന് പറയുന്നത് എന്താണ്, റൂട്ടർ കണക്ട് ഈ ലാൻ ടു ദ ഇൻ്റർനെറ്റ് ഓർ അതർ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് കേബിൾ എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് കേബിൾ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു വയേർഡ് ആയിട്ടുള്ള കണക്ഷനാണ് എന്തെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് കേബിൾ എന്ന് പറയുന്നത്. അതായത് ഒരു വയേർഡ് ആയിട്ടുള്ള ലാനാണ് അല്ലെങ്കിൽ ഒരു ഇതർനെറ്റ് കേബിളാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് കേബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഫീസിലൊക്കെ നമ്മൾ ലാൻ യൂസ് ചെയ്യുക ഇതർനെറ്റ് കേബിളും വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇതർനെറ്റ് കേബിൾ എന്ന് പറയുന്നത് RJ45 ഇതർനെറ്റ് കേബിൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ എന്താ പറയുക, ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും, സ്പീഡ് കൂടാനൊക്കെ ചെയ്യും. അപ്പോൾ ഇതർനെറ്റ് കേബിൾ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കേബിൾ ആൻഡ് വൈഫൈ ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ഡാറ്റ ബിറ്റ്വീൻ ഡിവൈസ് എന്നീ ലാനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ആക്സസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. വയർലെസ് ആക്സസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് വൈഫൈയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ്
ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലാൻ ആണ്. അതായത് വയേർഡ് ആയിട്ടുള്ള ലാനും ഉണ്ട്, വയർലെസ് ആയിട്ടുള്ള ലാനും ഉണ്ട്. വയേർഡ് ആയിട്ടുള്ള ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്യുന്നത് വയേർഡ് ആയിട്ടുള്ള ലാൻ ആയിരിക്കും യൂസ് ചെയ്യുക. കാരണം എന്താണ്, ഇഥർനെറ്റ് കേബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് വയേർഡ് ലാൻ എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി എന്തായിരിക്കും, സെക്യൂർഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഡാറ്റയും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടായിരിക്കും അതെന്ത് ചെയ്യാം. ഇനി ഇതിപ്പോൾ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഓഫീസ്, അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നത് വയേർഡ് ആയിട്ടുള്ള ലാൻ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഇനി വയർലെസ് ലാൻ ലാൻ എന്ന് പറയുന്നത് എന്താണ്, വൈഫൈ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ വയർലെസ് ലാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈസി ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് വയർലെസ് ലാൻ വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഓഫീസിൽ എല്ലാവരും ലാപ്ടോപ്പ് കണക്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഹോം നെറ്റ്വർക്ക്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിലെ വൈഫൈ എല്ലാതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക, നമ്മൾ ലാപ്ടോപ്പായിട്ട് TV ആയിട്ട് അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് വയർലെസ് ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് നമ്മൾ പറയുന്നത്. ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ അടുത്തടുത്ത ഡിവൈസുകളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സോ എന്തായിരിക്കും, അതിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. അതാണ് ഇവിടെ ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ. ഫയൽ ആൻഡ് പ്രിൻറ്റർ ഷെയറിങ്, അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. ആൻഡ് സെൻട്രലൈസ്ഡ് ഡാറ്റ മാനേജ്മെൻറ്റ്, അതായത് ഒരു നോഡ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തുണ്ടായിരിക്കും, ഒരു സ്വിച്ച് ഉണ്ടായിരിക്കും. അത് വെച്ചിട്ടാണ് ഇതിനെല്ലാത്തിനെയും കണക്ട് ചെയ്യും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്. പിന്നെ ലോവർ എറർ റേറ്റ്, ഇത് ഓൾറെഡി എന്താണ്, സെക്യൂർഡ് ആണ്. നമ്മൾ വയേർഡും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി സെക്യൂർഡ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള അറ്റാക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എന്തിലുണ്ടാവണില്ല, ലാൻഡിൽ ഉണ്ടാവുന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈസി മെയിൻ്റനൻസ് ആണ്. നമുക്ക് സിമ്പിളായിട്ട് നമുക്കതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. ഇനി എന്തൊക്കെയാണ് ലാനിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ഏരിയ കവറേജ് ആണ്. ഇപ്പോൾ വൈഫൈ നമ്മൾ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക, വൈഫൈ നമ്മൾ യൂസ് ചെയ്താൽ ഇത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, വൈഫൈ കിട്ടില്ല. അതേ കാര്യം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ലിമിറ്റഡ് ഏരിയ കവറേജ് ആണ്. ഇനീഷ്യൽ സെറ്റപ്പ് കോസ്റ്റ്, അപ്പോൾ വൈഫൈ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു പാക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ റൂട്ടറും കാര്യങ്ങളും വാങ്ങേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റും കാര്യം, അപ്പോൾ അതൊരു കമ്പനി ലെവലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കോസ്റ്റും കാര്യങ്ങളും വരും. സെക്യൂരിറ്റി റിസ്ക് ഇഫ് നോട്ട് മാനേജ്ഡ് പ്രോപ്പർലി, ഇപ്പോൾ വൈഫൈയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മളുടെ അടുത്ത് പറയാറില്ലേ, നമുക്ക് പബ്ലിക് ആയിട്ടുള്ള വൈഫൈയും കാര്യങ്ങളും ഒരിക്കലും യൂസ് ചെയ്യരുത് എന്നുള്ള കേസ് പറയാറില്ലേ. എന്നുവെച്ചാൽ അതിൽ നമുക്ക് ഡാറ്റ ലീക്കേജും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്തെന്താ, ഡിപ്പെൻഡ് ഓൺ സെൻട്രൽ ഡിവൈസ്. ഇപ്പോൾ സ്വിച്ചിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനെയും അതെന്ത് ചെയ്യും, ബാധിക്കും കാര്യങ്ങളും ചെയ്യും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം സെൻട്രൽ പോയിന്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻറ്റയർ ഡിവൈസിന് അതെന്ത് ചെയ്യും, ബാധിക്കും. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ലാൻ ആണ്. അതായത് എവിടേക്ക് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ലാൻ എവിടേക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കേസാണ് നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്കൂള് കോളേജിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ലാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓഫീസ് കമ്പനീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ട്, ബാങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹോം നെറ്റ്വർക്ക് നമ്മൾ വൈഫൈയും കാര്യങ്ങളിലും ഒക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ലാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ്. അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഈസ് എ നെറ്റ്വർക്ക് ആണ് ദാറ്റ് കവർ എ സിറ്റി ഓർ എ ലാർജ് മെട്രോപൊളിറ്റൻ ഏരിയ. അതായത് ഒരു സിറ്റീനെയോ അല്ലെങ്കിൽ എന്താണ് ഒരു ലാർജ് ഏരിയയും കാര്യങ്ങളും ഒക്കെ കവർ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, മാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ലാനിനേക്കാളും എന്താണ്
ലാർജ് ഏരിയ എന്ത് കവർ ചെയ്യുന്നുണ്ട്? മാൻ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ വൈഡ് ഏരിയ നെറ്റ്വർക്കിനേക്കാൾ സ്മോളർ ആണ് എന്തെന്ന് പറയുന്നത്? മാൻ എന്ന് പറയുന്നത്. മാൻ കണക്ട് to multiple lands within a city using high speed communication links like fiber optics. അതായത് ഫൈബർ ഒപ്റ്റിക്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലാൻഡ്സിനെ, ഒരുപാട് ലാൻഡ്സിനെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ട് പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്? മാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മാൻ്റെ കേസാണ്. അതേപോലെ തന്നെ നമ്മൾ മാൻ പറഞ്ഞു. ഇനി എവിടെയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൊച്ചിയിൽ SBIയിൽ കുറേ ബ്രാഞ്ചസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ SBIയുടെ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കലൂർ ഒരെണ്ണമുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ MG റോഡ് ഒരെണ്ണമുണ്ട്, പാലാരിവട്ടം വേറെ ഒരെണ്ണമുണ്ട്. ഇതിനെ എല്ലാത്തിനെയും എന്ത് ചെയ്തിരിക്കുക? കണക്ട് ചെയ്തിരിക്കുക. അതാണ് മാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിറ്റി വൈഡ് ഏരിയ. അപ്പോൾ കൊച്ചിയിലുള്ള എല്ലാ എന്താ പറയുക SBI ബാങ്ക്സും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. മീഡിയം ടു ഹൈ ഡാറ്റ ട്രാൻസ്ഫറും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതേപോലെ ഈ ഫൈബർ ഒപ്റ്റിക്സ് കേബിൾ ആണ് യൂസ് ചെയ്യുന്നത്. വോണ്ട് ബൈ ഗവൺമെന്റ്, പ്രൈവറ്റ് ഓർഗനൈസേഷനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മോർ എക്സ്പെൻസീവ് ദാൻ ലാൻഡിനേക്കാൾ കുറച്ചും കൂടി എക്സ്പെൻസീവും കാര്യങ്ങളും കൂടുതലായിരിക്കും. അതേപോലെ വാനിനേക്കാൾ കുറവായിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പോണൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കമ്പോണൻസ് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. റൂട്ടർ ഉണ്ടായിരിക്കും. കമ്പോണൻസ് ഏതൊക്കെയാണ്? റൂട്ടർ ഉണ്ടായിരിക്കും, സ്വിച്ച് ഉണ്ടായിരിക്കും, ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾസ് ഉണ്ടായിരിക്കും, സെർവർ ഉണ്ടായിരിക്കും, നെറ്റ്വർക്ക് ഡിവൈസസ് ഉണ്ടാവും. അപ്പോൾ റൂട്ടർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി, ഡാറ്റാസിനെയും കാര്യങ്ങളും എന്ത് ചെയ്യാൻ, നെറ്റ്വർക്കുമായിട്ട് റൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റൂട്ടർ എന്ന് പറയുന്നത്. സ്വിച്ച് എന്ന് പറയുന്നത് എല്ലാ ലാൻഡ്സിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്വിച്ച് എന്ന് പറയുന്നത്. പിന്നെ ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ലാൻഡ്സിനെ കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റാസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഫൈബർ ഒപ്റ്റിക്സ് കേബിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ സെർവർ, സെൻട്രൽ ഡാറ്റ സ്റ്റോറേജ് ആണ് സെർവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവരുടെ എല്ലാത്തിൻ്റെയും ഡാറ്റാസ്, ഇപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ കേസാണ് പറഞ്ഞത്. അപ്പോൾ ബാങ്കിൻ്റെ കേസ് ആണെങ്കിൽ ഇവരുടെ എല്ലാ ഡാറ്റാസും ഒരു നമ്മളുടെ മെയിൻ ഓഫീസിലിരിക്കണം എന്ന് പറയില്ല, അതേ കൺസെപ്റ്റ് തന്നെ സെർവറിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ നെറ്റ്വർക്ക് ഡിവൈസസ് കമ്മ്യൂണിക്കേഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ, അതായത് ട്രാഫിക് ജാമും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? നെറ്റ്വർക്ക് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇനി മാനിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് പറയുന്നത്. മാൻ എന്ന് പറയുന്നത് കവേഴ്സ് ലാർജ് ജിയോഗ്രാഫിക്കൽ ഏരിയ. കുറച്ചും കൂടി എന്താണ് ജിയോഗ്രാഫിക്കൽ ഏരിയയും കാര്യങ്ങളും ആര് കവർ ചെയ്യുന്നുണ്ട്? മാൻ കവർ ചെയ്യുന്നുണ്ട്. ഹൈ സ്പീഡായിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫറിങ്ങും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുന്നത് അങ്ങനെ സെക്യൂർഡ് അല്ലാത്തതൊന്നും അല്ല, എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിസോഴ്സ് ഷെയറിങ്ങും കാര്യങ്ങളുണ്ട്. പിന്നെ ഓഫീസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്? ബെറ്റർ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, മാൻ എന്ന് പറയുന്നത് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ലാൻഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനിന് കൂടുതലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലെക്സ് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്. ഇത് കുറേ ബ്രാഞ്ചസുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ആണ്, നമ്മൾ പറഞ്ഞ സെക്യൂരിറ്റി ഇഷ്യൂസ്. പിന്നെ എന്താണ്? റിക്വയർഡ് സ്കില്ലഡ് മെയിൻ്റെനൻസ്. അതായത് ഇപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് അറ്റൈഡാകുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിനെക്കുറിച്ച് നോളേജോ കാര്യങ്ങളോ ഇല്ല. ഇപ്പോൾ എവിടെയെങ്കിലും കേടായെന്ന് വിചാരിച്ച് നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ തന്നെ എന്ത് ചെയ്യണം? വിളിക്കുകയും കാര്യങ്ങളും ചെയ്യണം. ഓക്കെ. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് കേബിൾ TV നെറ്റ്വർക്ക് ഇൻ എ സിറ്റി. അതായത് നമ്മൾ ഇപ്പോൾ ഏഷ്യാനെറ്റ് ഉണ്ട്, കേബിൾ ഉണ്ട്, അതുമൊക്കെ ആയിട്ട് ഒരു സിറ്റി ആയിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ തൃശ്ശൂരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങൾക്കും നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരുമായിട്ട് എന്ത് ചെയ്തിരിക്കണം? അത് കണക്ട് ചെയ്തിരിക്കണം. അതാണ് ഇവിടെ
കേബിൾ ടി വി നെറ്റ്വർക്ക് ഇൻ എ സിറ്റി, നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡർ, നെറ്റ്വർക്ക് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സിറ്റി വൈഫൈ നെറ്റ്വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടില്ലേ. പിന്നെ ബാങ്ക് ബ്രാഞ്ച് കണക്റ്റഡ് അക്രോസ് ദ സിറ്റി, ഇപ്പം നമ്മൾ കൊച്ചി ബ്രാഞ്ചിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സ്പ്രെഡ് അക്രോസ് എ സിറ്റി. യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്, അതിന് വാനുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് വാൻ എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ് ഓഫീസസ്, ലാർജ് എഡ്യൂക്കേഷണൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഒക്കെ ലാർജ് എഡ്യൂക്കേഷണൽ സിസ്റ്റം ആണല്ലോ. ഹോസ്പിറ്റൽ അക്രോസ് എ സിറ്റി, ഇപ്പം ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടാവില്ലേ, ഏതാ മെഡിക്കൽ കോളേജ്, അതൊക്കെ അവരുടെ ഇന്റേണൽ സർവേഴ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ബാങ്കിങ് നെറ്റ്വർക്ക്, മുനിസിപ്പൽ സർവീസസ്, മുനിസിപ്പൽ നെറ്റിങ് കാര്യങ്ങളും ഒക്കെ ഡാറ്റ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കിനെ കുറിച്ചിട്ടാണ്. അതാണ് വാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് നോക്കാം. അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് കവേഴ്സ് എ വെരി ലാർജ് ജിയോഗ്രാഫിക്കൽ ഏരിയ സച്ച് ആസ് എ കൺട്രി, എ കോണ്ടിനെൻറ്റ് ആൻഡ് എൻറ്റയർ വേൾഡ്. അതായത് ലാർജ് വൈഡ് ഏരിയ, ഇപ്പോൾ നമ്മളുടെ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക, അതൊക്കെയാണ് എന്ന് പറയുന്നത് വാനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാൻ കണക്ട് മൾട്ടിപ്പിൾ ലാൻഡ്സ് ആൻഡ് വാൻസ് യൂസിങ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സുമായിട്ട് എന്ത് ചെയ്യുന്നത്, നമുക്ക് ലാൻഡ്സിനെയും മാൻസിനെയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ദ ഇൻ്റർനെറ്റ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് വാൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ഇൻ്റർനെറ്റ് ആണെന്നുള്ള കേസാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് വാനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? കവർ വെരി ലാർജ് ഏരിയ, നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കൺട്രി ഒക്കെ കവർ ചെയ്യുക, അതാണ് ലാർജ് ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലോ സ്പീഡ് കമ്പയർഡ് ടു ലാൻഡ് ആൻഡ് മാൻ, അതായത് ഇപ്പോൾ ഒരു കൺട്രി അതേപോലെ തന്നെ കോർഡിനൻ്റ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യും, ഇൻ്റർനെറ്റ് ആയിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ലാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു, അതൊരു ഓഫീസിലായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ എന്താണ്, നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇപ്പോൾ ലാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം മെസ്സേജ് അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ സെൻഡറും വേറൊരാൾ റിസീവറും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡിലേ വരും അതിനനുസരിച്ചിട്ട്. അപ്പോൾ എന്താണ്, നമ്മൾ അയക്കുമ്പോൾ നമ്മൾ അയച്ചിരിക്കുന്നത് ഇപ്പം ഒരു 9 മണിക്ക് അയച്ചു, അത് അവിടെ എത്തുന്നത് 9:05 ആകുമ്പോഴാണ് അത് എത്തുന്നത് വിചാരിക്കുക. അപ്പോൾ എന്താണ്, ലോ സ്പീഡായിരിക്കും ഉണ്ടായിരിക്കാം. യൂസ്ലി ലൈൻസ് ആൻഡ് സാറ്റലൈറ്റ്, ഫൈബർ ഒപ്റ്റിക്സ് ഒക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിനൊക്കെ പല ഇൻഫോർമേഷൻസും നമുക്ക് യൂസ് ചെയ്യുന്നത് എന്താ, സാറ്റലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഫോൺ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, വാട്സപ്പിൽ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്, സാറ്റലൈറ്റ് വഴിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഹൈ സെറ്റപ്പ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റൊക്കെ എന്ന് വെച്ചാൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. യൂഷ്വലി വോണ്ട് ബൈ മൾട്ടിപ്പിൾ ഓർഗനൈസേഷനിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുകയും കാര്യങ്ങളും ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കമ്പോണൻസ് ഓഫ് വാനിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ള കേസാണ്. കമ്പോണൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് റൂട്ടർ ഉണ്ട്, മോഡം ഉണ്ട്, പ്ലേസ്ഡ് ലൈൻസ് ഉണ്ട്, സാറ്റലൈറ്റ്സ് ഉണ്ട്, സെർവേഴ്സ് ഉണ്ട്. റൂട്ടർ എന്ന് പറയുന്നത് നമുക്ക് നെറ്റ്വർക്കിലുള്ള എല്ലാ ഡാറ്റേനും അക്രോസ് ഡാറ്റേനെ റൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, റൂട്ടർ എന്ന് പറയുന്നത്. മോഡം എന്ന് പറയുന്നത് സിഗ്നൽ കൺവേർഷൻ, അനലോഗ് ഡിജിറ്റൽ ഇതൊക്കെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, മോഡം എന്ന് പറയുന്നത്. അടുത്തത് റൈസ്ഡ് ലൈൻസ് എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് വയർലെസ് ലോങ് റേഞ്ച് ലിങ്ക്സ്, നമ്മളിപ്പം കോളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് യൂസ് ചെയ്യുന്നത്, സാറ്റലൈറ്റ് വഴിയാണ് അത് കോൾ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താണ്, സെർവേഴ്സ് ആണ്. സെർവേഴ്സ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് സർവീസസ്, അതായത് ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നു, ആ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൂഗിൾ നമുക്ക് റെസ്പോൺസ് തരുന്ന അവരുടെ ഡാറ്റ സെർവേഴ്സിൽ എല്ലാ ഇൻഫോർമേഷൻസ് ആണ് തരുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്, സെർവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് പറയുന്നത്. വാനിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഗ്ലോബൽ കണക്ടിവിറ്റി ആണ് എന്തിനുള്ളത്,
പാനിലുണ്ട് നമ്മൾ ഇന്റർനെറ്റ് പറഞ്ഞിട്ടുണ്ടാകും. റിസോഴ്സ് ഷെയറിങ് ഓവർ ലോങ് ഡിസ്റ്റൻസ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസോഴ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. സെൻട്രലൈസ്ഡ് ഡാറ്റ പ്രോസസ്സിംഗ് ഉണ്ട്, ഇപ്പം ഗൂഗിളിലൊക്കെ ഡാറ്റാ സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അനേബിൾ ഇ കൊമേഴ്സ് ആൻഡ് ഓൺലൈൻ സർവീസസ് ഒക്കെ നമ്മൾ ഫ്ലിപ്കാർട്ടും ആമസോണൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്, വാനിൻ്റെ അഡ്വാൻറ്റേജ്, വാൻ വന്നത് കാരണം കൊണ്ടാണ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്നാണ്, ഇത് ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ എന്താണ്, ഹൈ കോസ്റ്റ് ആയിരിക്കും, ലോവർ ഡാറ്റ സ്പീഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, കോംപ്ലക്സ് മാനേജ്മെൻ്റ് ആണ്. ഇപ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാനായിട്ട് പറ്റില്ല. പിന്നെ സെക്യൂരിറ്റി റിസ്കുകൾ, ആർക്ക് വേണമെങ്കിലും ഹാക്ക് ചെയ്യാം, കാരണം ഇതിൽ എൻക്രിപ്ഷനൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഹൈ ലാറ്റൻസി ആണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് എന്തൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് എന്നുള്ളത്. ഇൻ്റർനെറ്റ്, ബാങ്ക് നെറ്റ്വർക്ക് അക്രോസ് കൺട്രീസ്, നമ്മൾ UPI പേയ്മെൻറ്റ്സ്, ഓരോ ബാങ്കിങ്ങിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്, എയർലൈൻ റിസർവേഷൻ സിസ്റ്റം, മൾട്ടിനാഷണൽ കമ്പനി നെറ്റ്വർക്ക്സ്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ഇതൊക്കെ നമ്മൾ റിയൽ ടൈമിൽ യൂസ് ചെയ്യുന്നതാണ്. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ബാങ്കിങ്, വീഡിയോ കോൺഫറൻസ്, അതേപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർനാഷണൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻസ്, ഗവൺമെന്റ് നെറ്റ്വർക്ക്സ് ഒക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിരുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ കുറിച്ചിട്ടാണ്. ലാന്, മാന്, വാന്, ഇത് മൂന്നെണ്ണമാണുള്ളത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് MCQക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്, അതേപോലെ തന്നെ 2 മാർക്കിന് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മീൻസ് ഷോർട്ട് ആൻസേഴ്സിനൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഉണ്ട്, കണ്ടന്റ് ഇതിലുണ്ട്. അതിന് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാനായിട്ട് പറ്റുന്ന കണ്ടന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എന്ത് ചെയ്യുന്നത് ഉള്ളത്. എന്തൊക്കെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ്, അതേപോലെ തന്നെ എവിടെയൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഇതൊക്കെ. ഇപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാം, സ്ട്രക്ചറൈസ് ചെയ്തിട്ടാണ് ആൻസറും കാര്യങ്ങളും എഴുതേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറൈസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ട്രക്ചറൈസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്താണ് ലാംഗ്വേജ്, അതിനുശേഷം എന്ത് ചെയ്തു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതി, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതിൻ്റെ ഇടയിൽ കമ്പോണൻസ് എഴുതി, ഒരു എക്സാമ്പിൾ എഴുതി, കഴിഞ്ഞു. ഇത്രയും മതി, സ്ട്രക്ചേർഡായി കറക്റ്റ് കാര്യം നമുക്ക് എന്ത് ചെയ്തു, ഔട്ട്പുട്ട് കിട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാനും വാനും മാനും എന്താ മനസ്സിലായി തോന്നുന്നു, ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.